First of all, എല്ലാവർക്കും ഒരുപാട് നന്ദി. You guys came here and നമ്മുടെ ഫിലിംക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത്. ഓണസ്റ്റ്ലി ഇതെൻ്റെ ഫസ്റ്റ് കോമഡി പടമാണ്. ഇതുവരെ ഞാൻ മലയാളത്തിൽ കോമഡി പടം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് എ വെരി നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ടായിരുന്നു. ഒരുപാട് എങ്ങനെ പറയാം, സിറ്റുവേഷണൽ കോമഡിയാണ്. ആൻഡ് സ്ലാപ്സ്റ്റിക് കോമഡി ഓൾസോ ഉണ്ട് ഇതിൽ. ആൻഡ് ഓഫ് കോഴ്സ് റാഫി സർ ഇരുന്നിട്ട് സ്ക്രിപ്റ്റാണ്. സോ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദെയർ. ഇറ്റ്സ് എ വെരി നോസ്റ്റാൾജിക് കോമഡി അലോങ് വിത്ത് the new age comedy also. So ഒരു മിക്സ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ആഫ്റ്റർ ഓൾ എൻ്റെ ഫസ്റ്റ് പടമാണ് വിത്ത് ഷൈൻ ചേട്ട. ഷൈൻ ചേട്ട, ആസ് യു ഓൾ നോ, ഈസ് വെരി എൻ്റർടൈനിങ് ഇൻ റിയൽ ലൈഫ് ഓൾസോ. സോ ഇറ്റ് വാസ് എ ഫൺ റൈഡ്. പിന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആയിരുന്നു ദാറ്റ് ദ സ്റ്റോറി ഇറ്റ് സെൽഫ് നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരുപാട് ചിരി ഉണ്ടായിരുന്നു. സിറ്റുവേഷണൽ ഫണി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ എക്സ്പീരിയൻസ് വളരെ നല്ലായിരുന്നു. ഐ ഓൺലി ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും ഈ പടം ഇഷ്ടവും. ആൻഡ് ഇറ്റ്സ് എ നോ ബ്രെയിനർ ഫാമിലി എൻ്റർടൈനർ പടം. സോ എല്ലാ ഏജ് ഗ്രൂപ്പ്സ്ക്ക് എങ്ങനെ പറയാം, റിലേറ്റ് ആവും, മനസ്സിലാവും. സോ ഐ എം ക്രോസിങ് മൈ ഫിംഗേഴ്സ് ദാറ്റ് ഈവൻ യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ്? ഇപ്പൊ വിശേഷം നല്ല രീതിയിൽ നല്ല റിപ്പോർട്ടുകളുണ്ട്, പക്ഷെ തിയേറ്ററിൽ പലപ്പോഴും ആളുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെയാണ്? ഇതൊരു ചെറിയ പടമാണ്, ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട്? വിശേഷം എന്ന് പറയുന്ന മൂവി ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. അതിന് ആ കോണ്ടന്റുമായിട്ട് ഒരുപാട് പ്രസക്തിയുള്ളൊരു സിനിമയാണ്. വെൻ വി കം ടു താനാര ഈ പറഞ്ഞ പോലെ ഒരു നോ ബ്രെയിനർ എന്റർടൈനർ ആണ്, കോമഡി മൂവിയാണ്. അത് ട്രെയിലറും അതിൻ്റെ സോങ്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ലൈക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള മൂവീസ് വരുന്നതിനോടൊപ്പം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു 2 മണിക്കൂറിനപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ ബ്രെയിനൊക്കെ ഊരി വെച്ച് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് താനാര. അപ്പം താനാര എന്ന് പ്രതീക്ഷിക്കേണ്ടത് അതാണ്, ബ്രെയിൻ ഊരി വെച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന, ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഷൈൻ ചേട്ടനും വിഷ്ണു കൃഷ്ണൻ ചേട്ടനും ചേട്ടനും അപ്പം നമ്മൾ രണ്ടുപേരും സ്നേഹയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഈ 3 വൻമതിലുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൺ ദി സ്പോട്ട് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. അപ്പം നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിലൊക്കെ ചിരി വരികയും അങ്ങനെയൊക്കെ എന്താ പറയുക, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിരിച്ചും എൻജോയ് ചെയ്തും ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് താനാര. ഹോപ്പ്ഫുള്ളി അത് തിയേറ്ററിൽ വരുമ്പം അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നവർക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അവരൊക്കെ? അതെ, അടിപൊളിയായിരുന്നു. വളരെ മോശമാണെന്ന് എന്തായാലും പറയില്ലല്ലോ. പക്ഷെ നോ, ജെനുവിൻലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷൈൻ ചേട്ടൻ ലൈക്ക് റബ്ബർ വന്നതുപോലെ ഓടി നടക്കും. വിഷ്ണു ചേട്ടൻ പക്ഷെ അവരെല്ലാവരും ഭയങ്കര വോമായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീമാണെങ്കിലും പ്രൊഡക്ഷനാണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി വോം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് അസ്. നമ്മളെല്ലാവരും 20-25 ദിവസം ഒരു വീട്ടിൽ ആണ് കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഈച്ച് അതർ. സോ യാ, ഭയങ്കര രസമായിരുന്നു എല്ലാവരും. വിശേഷത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പ്. അത് വിശേഷം നല്ല റിപ്പോർട്ടുകളാണ്, കാണുന്നവരെല്ലാം നല്ല റിപ്പോർട്ട്സ് ആണ് പറയുന്നത്. പക്ഷെ തിയേറ്ററുകളിൽ ആളുകൾ കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്, അല്ല ആളുകൾ ഇഷ്ടപ്പെടാത്തതാണ്? എന്തുകൊണ്ടാണ് അതിങ്ങനെ റീച്ച് ആവാതെന്ന് കരുതുന്നത്? വിശേഷം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി വലിയ താരനിരകളില്ല അതിന്. ഞാനും അനന്ത് മത്സൂദിനുമാണ് അതിൻ്റെ ഫേസ്, സൂരജ് ടോമാണ് അതിൻ്റെ സംവിധായകൻ. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഇനിഷ്യേറ്റീവ് ഇല്ലാത്തൊരു സിനിമയാണ്. ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. വരുന്ന ഡേയ്സിലും വീക്കിലും അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ദ അമൗണ്ട് ഓഫ് മീഡിയ ഹിയർ, നമ്മുടെ വിശേഷത്തിന് ഒരു പക്ഷേ ഇതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. താനാരയിൽ ഈ പറയുന്ന എല്ലാ പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിസിബിലിറ്റി ഈസ് മച്ച് ഹയർ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് മൂവി ആൻഡ് വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണത്. മലയാളത്തിൽ സിനിമകൾ വളരെ കുറച്ചാണ്. കഥകൾ വരാത്തതാണോ, സെലക്റ്റീവ് ആവുന്നതുകൊണ്ടാണോ?
രണ്ടിനുമില്ല. സോ ദ തിങ് ഈസ്, ഫസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാം എൻ്റെ ഫസ്റ്റ് മൂവി നീന ആയിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും തോന്നി ഞാൻ അങ്ങനെ തന്നെ റോൾസ് സൂട്ട് ആവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ആ സമയത്ത്, ജസ്റ്റ് സോ ദാറ്റ് ഐ ഗെറ്റ് ഡിഫറെൻറ്റ് റോൾസ്. ബിക്കോസ് ആസ് എൻ ആക്ടർ, ഈവൻ ചാന്ദി വിൽ അഗ്രി, നമുക്ക് എല്ലാ മൂവീസിലും നമുക്ക് കുറച്ച് വെറൈറ്റി വേണം ആസ് എൻ ആക്ടർ, സോ ദാറ്റ് ഈവൻ ദി ഓഡിയൻസസ് ക്യാൻ സീ ഈ ആക്ടർ അങ്ങനെ ഓൾസോ ഷീ കെൻ ഡു ദിസ് വേ, ഓൾസോ ഷീ കെൻ ഡു. ആ സമയത്ത് ഓണസ്റ്റ്ലി എനിക്ക് ഒരുപാട് ടോം ബോയിഷ് റോൾസ്, ടഫ് റോൾസ് വരായിരുന്നു. ആൻഡ് എൻ്റെ മനസ്സിൽ ഇതൊരു തോട്ട് ഉണ്ടായിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. എക്സാക്ട്ലി നീന ചെയ്യുന്നില്ല, ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു സീ ഓൾസോ ദാറ്റ് ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡു മച്ച് മോർ ദൻ ദാറ്റ്. ആക്ച്വലി എൻ്റെ ആഗ്രഹമുണ്ട്, ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യണം, ഒരുപാട് ആഗ്രഹമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി കിട്ടും. ഇപ്പോൾ എൻ്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഇത്ര മലയാളം എനിക്ക് സംസാരിക്കും പോലും പറ്റില്ല. സോ ഹോപ്പ്ഫുള്ളി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് ദാറ്റ് എനിക്ക് ഡിഫറെൻറ്റ് റോൾസ് കിട്ടും. പക്ഷേ നോട്ട് സിലക്റ്റീവ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓഡിയൻസസ് ആർ വെരി സ്മാർട്ട്. ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ. സോ എൻ്റെ ഓണസ്റ്റ്ലി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്ററാണ് അത് ഞാൻ ചൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ that the audiences like it, my team does a good job, because at the end of it a movie is not a one man job. എല്ലാവരുടെ ഹാർഡ് വർക്ക് ആണ്, എല്ലാവരുടെ എഫേർട്ട് ആണ്. സോ എക്സാക്ട്ലി വിത്ത് താനാര ഇപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. ബട്ട് സി, ഇറ്റ്സ് ബെറ്റർ ടു ബി ലേറ്റ് ദെൻ നെവർ, യു നോ, ആൻഡ് ഇറ്റ്സ് ബെറ്റർ ടു ബി ഗുഡ് ദെൻ ബാഡ്. സോ അതുകൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കും. ബട്ട് ഐ എം എ വെരി ഇമ്പൾസീവ് പേഴ്സൺ, സോ ഐ ഡിസൈഡ് ഫ്രം മൈ ഹാർട്ട്. സോ അതുകൊണ്ട് ഒരു കോമഡി സിനിമയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും കോമഡി നല്ലതായിട്ട് സിനിമകളിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഈവൻ സ്നേഹമാണെങ്കിൽ കൂടി കരിക്കിലൊക്കെ നന്നായിട്ട് കോമഡി ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സ്പോട്ട് ഇംപ്രവൈസേഷൻ ഉണ്ടായിട്ടുള്ള നേരത്തെ പറഞ്ഞു, അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഫിലിമിൽ കോമഡി ചെയ്യുന്നത്, ബോത്ത് ഓഫ് അസ്. സോ ഈ സ്പോട്ടിൽ ഇംപ്രവൈസേഷൻ വരുന്ന ഒന്ന് ഹരിദാസ് സാർ ആണെങ്കിലും റാഫി സാർ ആണെങ്കിലും ഒക്കെ ഭയങ്കര റിസെപ്റ്റീവാണ് ഓൺ നമ്മൾ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്നത്. ഞാനൊക്കെ പ്രത്യേകിച്ച് കോമഡി ആയതുകൊണ്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും എന്ന് പോലും വിചാരിക്കാതെയാണ് സിനിമയ്ക്ക് എത്തുന്നത്. പക്ഷെ പിന്നെ അവിടെ ഉണ്ടല്ലോ ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്. നമ്മൾ ലൈൻ പഠിച്ചു വന്നിരുന്നാൽ പോലും അവരവരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഓരോന്ന് പറയും. അപ്പം നമുക്ക് വേറെ രക്ഷയില്ല. വിൽ എൻഡ് അപ്പ് ഹാവിങ് ടു ഇംപ്രവൈസ്. സോ അങ്ങനെ ഒരുപാട് പരിപാടികൾ സിനിമയിൽ നടന്നിട്ടുണ്ട്. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ വിൽ ഓബ്വിയസ്ലി ബി ഏബിൾ ടു ടെൽ യു ഇതിൽ എന്താണ് അങ്ങനെ നടന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ഓണസ്റ്റ്ലി ഒരുപാട് ഹ്യൂമറായിട്ട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ എല്ലാ മൂവി ഒരു രാത്രി എൻ്റെ സ്റ്റോറിയാണ്. ആൻഡ് എല്ലാവർക്കും അറിയാം, ഷൈൻ ചേട്ടൻ റിയൽ ലൈഫിൽ ഓൾസോ ഒരുപാട് ഫണിയാണ്. വിഷ്ണു ചേട്ടൻ ഇസ് വെരി ഫണി. അഫ്കോഴ്സ് അവർ എല്ലാവരും സെറ്റിൻ്റെ ലൈക്ക് സീനിൻ്റെ മിഡിൽ ദേ വുഡ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം, കാരണം എൻ്റെ മലയാളം ഒരുപാട് ഫണിയാണ്, എനിക്കറിയാം. സോ പക്ഷേ ഷൈൻ ചേട്ടൻ വിൽ ഓൾവേസ് ട്രൈ ടു ടോക്ക് ടു മീ ഇൻ ഇംഗ്ലീഷ്, ആൻഡ് ഷൈൻ ചേട്ടൻസ് ഇംഗ്ലീഷ് ഇസ് ഓൾസോ വെരി ഫണി. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദ ഷൂട്ട് ഐ തിങ്ക് ഷൈൻ ചേട്ടൻ ആൻഡ് മീ ഹാവ് ബിക്കം buddies. Vishnu Chetta and me have also become very big buddies. Me and Chinu, Chandni is also become so friendly. So I think ee movie funny aanu, pakshe it also developed interpersonal relationships, karanam it's very like receptive, Chandni parnu. So I think all of us have become very good friends. I mean, Viju sir has also become a friend now, more than a producer. So I think adellam ningalku കാണാൻ പറ്റും. ആൻഡ് ഇത് സിറ്റുവേഷണൽ കോമഡി ആണ്, സ്ലാപ്സ്റ്റിക് ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ വെരി എങ്ങനെ പറയാം ബോഡി കോമഡി. ലൈക്ക് ഇഫ് യു നോട്ടീസ് ലൈക്ക് ഹൗ റാഫി സർ റൈറ്റ്സ് ഹിസ് സ്റ്റോറീസ്. സോ അത് നമ്മുടെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ കുറേ ഇൻസിഡൻസസ് ആണ്, ബട്ട് ബേസിക്കലി ദേ വുഡ് ഓൾവേസ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം.